ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു കരിയർ ലൈൻ കേരള. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് കീഴിൽ വന്നിരിക്കുന്ന 2 ജോബ് നോട്ടിഫിക്കേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ജോലി സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞ് വീഡിയോ അവസാനം വരെ കാണുക. ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒരു ദിവസം 2 ജോബ് നോട്ടിഫിക്കേഷൻ ആണ് ഇടുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ ഇട്ട നോട്ടിഫിക്കേഷൻസ് കെ-ഡിസ്കിൽ ലക്ഷങ്ങൾ ശമ്പളം ലഭിക്കാവുന്ന ജോലിയുടെ നോട്ടിഫിക്കേഷൻ ആണ്. 17 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. സോ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ എൻഡിൽ നിങ്ങൾക്ക് എൻഡ് സ്ക്രീനായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് വരുന്നതായിരിക്കും. അപ്പം വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന് കീഴിൽ വന്നിരിക്കുന്ന 2 ജോബാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ടാവും. അത് യൂസ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജോബ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് വ്യൂ മോർ ജോബ്സ് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന ഓരോ ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷനിൽ കെ-ഡിസ്ക് വന്നിരിക്കുന്ന 3 നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നോർക്ക റൂട്ട്സും അതുപോലെ തന്നെ IT സപ്പോർട്ട് എഞ്ചിനീയർ കം പ്രോഗ്രാമർ ഈ 2 ജോബ് ഓപ്പർച്യൂണിറ്റിയെ പറ്റിയാണ്. അപ്പോൾ ആദ്യം വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. പോസ്റ്റ് വരുന്നത് IT സപ്പോർട്ട് എഞ്ചിനീയർ കം പ്രോഗ്രാമർ പോസ്റ്റ് ആണ്. ഇതൊരു കോൺട്രാക്ട് ബേസ്ഡ് ജോബാണ് വരുന്നത്. ആൻഡ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BTech ആണ്. BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് അതല്ലെങ്കിൽ IT അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്. കമ്പ്യൂട്ടർ സയൻസോ ITയോ ഇലക്ട്രോണിക്സിലോ BTech ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 2 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 35 വയസ്സിന് താഴെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ആൻഡ് ഇതിൽ 1 മാസത്തെ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 32,560 രൂപയായിരിക്കും 1 മാസം നിങ്ങളുടെ പേയ്മെന്റ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷനാണ് വരുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓൾറെഡി ലൈവ് ആണ്. 8/10 മുതൽ ലൈവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 19-ാം തീയതി വരെ അപ്ലൈ ചെയ്യാം. 19-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ആപ്ലിക്കേഷൻ ക്ലോസ് ആകും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷനകത്ത് വന്നിരിക്കുന്നത്. രണ്ടാമത് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന് കീഴിലാണ് നോർക്ക റൂട്ട്സിൽ വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. നോർക്ക റൂട്ട്സിലാണ് ഇത് വരുന്നത്. വീഡിയോ എഡിറ്റർ കം ഗ്രാഫിക് ഡിസൈനർ ആണ് നിങ്ങളുടെ പോസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ഇമെയിൽ മാത്രം അയച്ചാൽ മതി. നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷനോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ജസ്റ്റ് ഒരു ഇമെയിൽ അയച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ജോലി നേടാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റ് വരുന്നത് വീഡിയോ എഡിറ്റർ കം ഗ്രാഫിക് ഡിസൈനർ ആണ്. വാക്കൻസി വരുന്നത് 1 വാക്കൻസിയാണ് ഇതിനകത്തുള്ളത്. അതിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രൊഫഷണൽ ഡിഗ്രി ഇൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇക്വാലന്റ് വിത്ത് മിനിമം 3 years എക്സ്പീരിയൻസ് ഉണ്ടാണ്. പ്രൊഫഷണൽ ഡിഗ്രി ഇൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സ് വിത്ത് 3 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾ ക്ലാസ് 12 വിത്ത് റെക്കഗ്നൈസ്ഡ് കോഴ്സ്, നിങ്ങൾ ഏതെങ്കിലും വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് +2 4 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് അപ്പർ ഏജ് ലിമിറ്റ് 30 വയസ്സാണ്. 30 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ആൻഡ് മന്ത്ലി പേയ്മെൻറ്റ് വരുന്നത് 30,000 രൂപയാണ് നിങ്ങളുടെ മന്ത്ലി പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് സ്കിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിങ്ങും അതുപോലെ തന്നെ ഫൈനൽ കട്ട് പ്രോ, അഡോബ് പ്രീമിയർ പ്രോ, ഫോട്ടോഷോപ്പ്, ഇൻഡിസൈൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ്, റീൽസ്, ഷോർട്സ്, ഡിജിറ്റൽ പോസ്റ്റേഴ്സ്, മൂവിങ് പോസ്റ്റേഴ്സ് ഇതിലൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളും പ്രൊഫഷൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ സി വി അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും റിലവൻ്റ് ആയിട്ടുള്ള വർക്കിൻ്റെ പോർട്ട്ഫോളിയോയും എല്ലാം കൂടി നിങ്ങൾ ഇവരുടെ ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് cmdtvpm.rec@gmail.com എന്ന് പറയുന്ന ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മെയിൽ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഒക്ടോബർ 17 ആണ്. ഒക്ടോബർ 17-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുന്നേ ആയിട്ട് നിങ്ങളിത് ഇമെയിൽ ചെയ്ത് കൊടുക്കണം. ആ ഇമെയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഏത് പോസ്റ്റിലേക്കാണ്, ഏത് പോസ്റ്റ് കോഡാണ് എല്ലാവർക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് ഇമെയിലിൽ കൊടുത്തിട്ടുണ്ടാവണം. പോസ്റ്റ് കോഡ് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. VE-01 എന്ന് പറയുന്നതാണ് പോസ്റ്റ് കോഡ്. അപ്പോൾ ആ പോസ്റ്റ് കോഡ് വെച്ചിട്ട് തന്നെ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷനകത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ഫസ്റ്റിൽ പിൻ ചെയ്തിരിക്കുന്ന കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ബ്ലോഗ് ആയിരിക്കും കാണാൻ പറ്റുക. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ ചുരുക്കി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എഡിറ്ററിൻ്റെ PDF അതുപോലെ തന്നെ IT സപ്പോർട്ടിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും
അതുപോലെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ലിങ്കുകൾ ഉപയോഗിച്ച് പോകാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാം. ആൻഡ് ഇതിലെ എല്ലാ കാര്യങ്ങളും വളരെ ചുരുക്കി ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര സാലറിയാണ്, ഏജ് ലിമിറ്റ്, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ, ഡേറ്റ് കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ്, നിങ്ങൾക്ക് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ബ്ലോഗ് വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ജോബ് നോട്ടിഫിക്കേഷൻ നമുക്ക് പറയാനായിട്ടുള്ളത്. നമ്മൾ ഡെയിലി 2 വീഡിയോസ് വീതം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കാനായിട്ട് ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വയ്ക്കുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും. ബൈ.